അനു ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാവുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര? ഓപ്ഷൻസ്: എ 12%, ബി 13%, സി 13.5%, ഡി 14%. അപ്പം നമുക്ക് പലിശ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. ഐ ഈസ് ഈക്വൽ ടു PNR/100. ഇതാണ് നമ്മുടെ ഫോർമുല. ഇപ്പം നമുക്കിവിടെ പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഐ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു PNR. നമ്മുടെ ഫോർമുല ആദ്യം ഉണ്ടാക്കാം. ഐ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു PNR. ആർ ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ PN. ഇനി ഇവിടെ പി എന്താണെന്ന് നോക്കാം. പി എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച തുകയാണ്. പിന്നെ നമുക്ക് പി ആയിട്ട് തന്നെ എടുക്കാം. 8 വർഷം കൊണ്ട് ഇത് ഇരട്ടിയാവാണ്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സാണ് 8. പിന്നെ 8 വർഷം കൊണ്ട് ഇരട്ടിയാവണം. അപ്പോൾ നമുക്ക് പലിശ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കണം. 8 വർഷം കൊണ്ട് ഇത് ഇരട്ടിയാവുകയെന്ന് പറയുമ്പം എമൗണ്ട് ഈസ് ഈക്വൽ ടു 2P ആണ്. 2P ഇരട്ടിയാവുകയാണ്. അപ്പോൾ പലിശ ഈസ് ഈക്വൽ ടു പലിശ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൾ നിക്ഷേപിച്ച തുക മൈനസ് ചെയ്യുക. 2P മൈനസ് P ഈസ് ഈക്വൽ ടു P. 2P എന്ന് P മൈനസ് ചെയ്ത P ആണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് P ആണ് കിട്ടിയിരിക്കുന്നത്. P ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P ഇൻറ്റു N 8 ആണ്. അപ്പോൾ നമ്മൾ പിയും ക്യാൻസൽ ചെയ്തു. 100/8 ഈസ് ഈക്വൽ ടു 50/4 ഷോർട്ടാക്കി എഴുതാം. 50/4 നമുക്ക് 25/2 ഷോർട്ടാക്കി എഴുതാം. 25-ൽ 2 12 പ്രാവശ്യം 12%. ആൻസർ ഈസ് 12%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 12%. ഓപ്ഷൻ എ. ഓക്കെ.